ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കീം 2026 എഴുതിയിരിക്കുന്ന റിസൾട്ട് കാത്തിരിക്കുന്ന എഞ്ചിനീയറിംഗ് അഡ്മിഷന് വേണ്ടി നോക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. നമ്മുടെ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനാണ്. മറ്റൊന്നുമല്ല, ഒരുപാട് വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ചോദിക്കുന്നുണ്ട് എന്നാണ് കീം റാങ്ക് ലിസ്റ്റ് ഇത്തവണ വരാൻ സാധ്യതയുള്ളത്. കാരണം കഴിഞ്ഞ വർഷം ഒരുപാട് പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നുപോയതാണ്. റാങ്ക് ലിസ്റ്റ് ആദ്യം പ്രഖ്യാപിച്ചു, പിന്നീട് അത് റദ്ദാക്കി, വീണ്ടും വരുന്നു. വിദ്യാർത്ഥികൾ ആകെ ഒരു കൺഫ്യൂഷനിൽ അല്ലെങ്കിൽ ഒന്നും പിടികിട്ടാത്ത അവസ്ഥയിൽ അവരുടെ അഡ്മിഷനെ അത് ഗൗരവകരമായിട്ട് തന്നെ ബാധിച്ചതാണ്. ഇപ്പോഴും സ്ഥിതി വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒന്നാമത്തേത് CBSE വിദ്യാർത്ഥികളുടെ ഈ ഒരു പ്രശ്നമാണ്. +2 മാർക്കൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് ചെയ്യാൻ പറഞ്ഞു, പലരും ചെയ്തു കഴിഞ്ഞു. ഇപ്പോഴിത് അതിൻ്റെ ഡേറ്റ് 14-ാം തീയതി വരെ, 7-ാം തീയതി ആയിരുന്നു, ഇപ്പോൾ 14-ാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു മറുവശം നോക്കുമ്പോൾ 14-ാം തീയതി വരെ നിങ്ങൾക്ക് +2 മാർക്ക് അപ്ലോഡ് ചെയ്യാം. അതും കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് കൂടുതൽ കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് വരെയുള്ളൂ. അതായത് കാരണം നിങ്ങളുടെ +2 മാർക്കും കീമിൻ്റെ സ്കോർ കൂടി എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അതിന് മുമ്പ് ട്രയൽ റാങ്ക് ലിസ്റ്റ് വരും, അത് കഴിഞ്ഞ് മെയിൻ റാങ്ക് ലിസ്റ്റ് വരും, അതുകൂടാതെ കാറ്റഗറി റാങ്ക് ലിസ്റ്റുകളും വരും. ഇപ്പോഴും CBSE വിദ്യാർത്ഥികളുടെ പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും വൈകാൻ സാധ്യതയുണ്ടോ എന്നാണ് വിദ്യാർത്ഥികൾ ആശങ്കപ്പെടുന്നത്. ഇത് ആക്ച്വലി ഇങ്ങനെയൊക്കെ ലേറ്റ് ആകുന്നത് നിങ്ങളുടെ അഡ്മിഷനെയാണ് പ്രതികൂലമായിട്ട് ബാധിക്കുന്നത്. അവസാനം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ AICTE ഉൾപ്പെടെ ഒരു സർക്കുലർ ഇറക്കും, ഇത്ര ദിവസത്തിനുള്ളിൽ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് പിന്നീട് ഒരു റഷ് ആയിരിക്കും. കാരണം പല വിദ്യാർത്ഥികളും ഇതിനിടയിൽ വീണ്ടും പ്രശ്നങ്ങളുമായിട്ട് വന്നേക്കാം. ഇപ്പോൾ സ്റ്റേറ്റുകാരായാലും CBSE ആയാലും നോർമലൈസേഷൻ്റെ എല്ലാം അത് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഭാഗത്ത് കുട്ടികളെ ഏറ്റവും കംഫർട്ട് ആക്കുക എന്നുള്ളത് നേരത്തെ തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അവർക്ക് കോളേജുകളിലെ ക്ലാസ്സുകൾ തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഡേറ്റുകൾ നീളുന്നത്, പരീക്ഷയിലെ അനിശ്ചിതത്വം, പുനർമൂല്യനിർണ്ണയങ്ങളിലെ പിഴവ്, ഇതെല്ലാം വിദ്യാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റ് കുറച്ച് മുന്നോട്ട് നീളുന്നതിനും അത് കഴിഞ്ഞാൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ പീരീഡ് കുറയുന്നതിനും മാത്രമേ ഉപകരിക്കുകയുള്ളൂ. സോ ഗൈസ്, ഇത്തവണ റാങ്ക് ലിസ്റ്റിന്റെ ഡേറ്റ് എന്തായാലും വൈകും. അതെന്തായാലും നമുക്ക് ജൂൺ അവസാന വാരത്തോടെ കൂടി മാത്രമേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അത് വീണ്ടും വൈകാതിരിക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാൻ, പ്രാർത്ഥിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു. ബൈ.